ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇടിവെട്ടേറ്റ പാമ്പിൻ്റെ അവസ്ഥയാണ് ബിഗ് ബോസ് വീട്ടിലെ ഓരോ മത്സരാർത്ഥികൾക്കും ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്പെഷ്യൽ റെസിപ്പി പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രേക്ഷകർ സെലക്ട് ചെയ്തിരിക്കുന്നത് അനുമോളെയാണ്. അനുമോളുടെ ഈ ഒരു പേര് പറയുന്ന സമയത്ത് വീട്ടുകാരിൽ ഓരോരുത്തരുടെ മുഖം നിങ്ങളൊന്ന് കാണണമായിരുന്നു. എല്ലാവരും തല കുനിച്ചുകൊണ്ട് അത്രത്തോളം ലജ്ജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടി പകച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഒരു പക്ഷേ ആ ഒരു സമയത്ത് ഭൂമി താഴോട്ടൊന്ന് പിളർന്നു പോയെങ്കിൽ എന്ന് പലരും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും എന്നുള്ളത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ ഒരു അനുമോളുടെ ഈ ഒരു പേര് കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അഭിലാഷും അനീഷും അനുമോളുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ സക്സസ്സിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റിൽ, ഒരു അംഗീകാരത്തിൽ പങ്കുചേരുക അല്ലെങ്കിൽ അവരെ ഒന്ന് അഭിനന്ദിക്കുക, പ്രശംസിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ലക്ഷണമായിട്ടാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ ആരെയും ഞാനിവിടെ കണ്ടില്ല. ഒരു പക്ഷേ അനുമോളുടെ പേര് വന്നതുകൊണ്ടായിരിക്കാം ചിലരിലൊക്കെ ഇത്തരത്തിലൊരു അലോസരം ഉണ്ടായിട്ടുണ്ടാവുക. മറ്റാരുടെയെങ്കിലും പേരാണെങ്കിൽ ചിലരൊക്കെ സന്തോഷിച്ചിട്ടുണ്ടാകും എന്നത് ഒരു വാസ്തവം തന്നെയാണ്. അനുമോൾക്ക് ഇത്രയധികം ഫാൻസ് ഉണ്ടാകാനില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് അനുമോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് നമ്മുടെ മസ്താനി രണ ഫാത്തിമയോട് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് കാരണക്കാർ. ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും വീണ്ടും അനുമോളുടെ പുറകെ പോയി അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുത്ത് അവിടെ ഒരു കണ്ടൻറ് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ കൊടുത്ത് അനുമോളെ ഇത്രത്തോളം ആക്കി എന്നത് മസ്താനി വെട്ടി തുറന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. സോ അനുമോൾ എന്നൊരു കണ്ടസ്റ്റൻറ്റ് നല്ലൊരു ഗെയിമറാണ്. കുറച്ചൊക്കെ കരച്ചിലും അല്ലെങ്കിൽ കുറച്ച് ഡ്രാമയും ഒഴിച്ചാൽ നല്ലൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും.